ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നേരെ മുഴുവൻ കഥ കേട്ടാലോ. ഓർമ്മയിൽ എവിടെയോ തങ്ങിക്കളിച്ചുകൊണ്ടിരുന്ന ഒരു കഥ. പക്ഷേ അതിൻ്റെ ഉറവിടം എവിടെ നിന്നായിരുന്നു എന്നത് എത്ര ആലോചിച്ചിട്ടും ഒരു എത്തുപിടിയും കിട്ടുന്നില്ല. അവസാനം അമ്മയോടൊന്ന് ചോദിച്ചു നോക്കാമെന്ന് കരുതി. അല്ല, അത് പണ്ട് അശോകൻ പറഞ്ഞു കേട്ട സംഭവമാണല്ലോ. ഇതിപ്പോൾ നിനക്കെവിടെ നിന്ന് കിട്ടി? അമ്മ ചോദിച്ചു. ഓ, അത് അശോക് പാപ്പനായിരുന്നോ? അതെ, അവൻ പണ്ട് ഉത്തരേന്ത്യയിൽ എവിടെയോ ജോലി ചെയ്തിരുന്ന കാലത്ത് നടന്ന സംഭവമായിരുന്നു. അന്ന് നീയൊക്കെ വളരെ കുഞ്ഞാണ്. അവൻ നാട്ടിൽ വരുമ്പോഴൊക്കെ ഈ സംഭവത്തെക്കുറിച്ചൊക്കെ നമ്മളോട് പറയുമായിരുന്നു. എന്താ കാര്യം? അമ്മ ചോദിച്ചു. ഞാൻ എന്തെങ്കിലും മറുപടി പറയുന്നതിന് മുന്നേ അമ്മ തുടർന്നു. നിനക്ക് പ്രേതകഥ എഴുതാനായിരിക്കും അല്ലേ? അല്ല, നിനക്ക് ഈ പ്രേതങ്ങളുടെയും പിശാചിൻ്റെയും കഥയല്ലാതെ വേറെ ഒന്നും എഴുതാൻ അറിയില്ലേ? അമ്മയുടെ ചോദ്യത്തിന് മുൻപിൽ ഇലഭ്യനായ ഞാൻ കൂടുതലൊന്നും കേൾക്കാതെ അവിടെ നിന്ന് സ്കൂട്ടായി. ഒട്ടും സമയം കളയാതെ ഫോൺ എടുത്ത് നേരെ അശോക് പാപ്പനെ വിളിച്ചു. എൻ്റെ അച്ഛൻ്റെ ഏറ്റവും ഇളയ സഹോദരനാണ് അദ്ദേഹം. റെയിൽവേയിൽ ലോക്കോ പൈലറ്റ് ആയിരുന്നു. കഴിഞ്ഞ വർഷം റിട്ടയറായി. ഇപ്പോൾ നാട്ടിൽ വിശ്രമജീവിതം നയിക്കുന്നു. ചെറുപ്പത്തിൽ ഞങ്ങളുടെയൊക്കെ ഹീറോ ആയിരുന്നു പുള്ളി. നല്ല പൊക്കം, ഒത്ത വണ്ണം, കനത്ത താടി, ഘനഗാംഭീര്യമുള്ള ശബ്ദം. ഒരു കുഞ്ഞു അമിതാഭ് ബച്ചനായിരുന്നു അദ്ദേഹം. പോരാതെ നല്ല പാചകക്കാരനും. നാട്ടിൽ വരുമ്പോഴൊക്കെ ഞങ്ങൾക്ക് വ്യത്യസ്ത തരം വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി തന്നിരുന്നു. ഇപ്പോഴും പക്ഷേ ഗ്ലാമറിനൊട്ടും കുറവില്ലാട്ടോ. പക്ഷേ ആ പഴയ താടി ഇല്ലെന്ന് മാത്രം. കഴിഞ്ഞ തവണ കണ്ടപ്പോൾ ഒരിക്കൽ കൂടി ആ താടി നീട്ടി വളർത്തുവാൻ ഞാനൊരപേക്ഷ വെച്ചിരുന്നു. രണ്ടാമത്തെ റിങ്ങിൽ തന്നെ അദ്ദേഹം ഫോൺ എടുത്തു. ആവശ്യം അറിയിച്ചപ്പോൾ മൂപ്പർക്കും ഭയങ്കര സന്തോഷമായി. 32 വർഷം മുമ്പ് നടന്ന സംഭവം ഒരിക്കൽ കൂടി പൊടിത്തട്ടിയെടുത്ത് എൻ്റെ അടുത്ത് വിവരിക്കുമ്പോൾ മൂപ്പർക്ക് 32 വയസ്സ് കുറഞ്ഞതുപോലെ എനിക്ക് തോന്നി. ഇന്നലെ അരങ്ങേറിയ കണക്കെ അദ്ദേഹം അന്ന് നടന്ന സംഭവങ്ങൾ എനിക്ക് വിവരിച്ചു തന്നു, അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ. വർഷം 1988. അന്ന് ഞാൻ ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിലാണ് ജോലി ചെയ്തിരുന്നത്. ലോക്കോ പൈലറ്റായി പ്രൊമോഷൻ കിട്ടിയതിന് ശേഷമുള്ള എൻ്റെ ആദ്യത്തെ പോസ്റ്റിംഗ് ആയിരുന്നു അത്. ബിലാസ്പൂരിൽ വന്നിട്ട് ഏതാനും മാസങ്ങളേ ആയിരുന്നുള്ളൂ. ആ കാലത്ത് വനമേഖലയിലൂടെ പുതിയ റെയിൽവേ ലൈനിൻ്റെ പണികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. 1980 കമ്മീഷൻ ചെയ്ത പദ്ധതി ഭരണകർത്താക്കളുടെ പിടിപ്പുകേടം മൂലം 8 വർഷം കഴിഞ്ഞ് 1988 മാത്രമാണ് പണി ആരംഭിക്കാൻ സാധിച്ചത്. പക്ഷേ പാളം പണി തുടങ്ങി ഏതാനും മാസം തന്നെ 4 തൊഴിലാളികളെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതെയായി. അജ്ഞാതമായ എന്തോ സാധനമാണ് ഇവരുടെ തിരോധാനത്തിന് പുറകിലെന്ന് കൂടെ ജോലി ചെയ്തിരുന്ന മറ്റ് തൊഴിലാളികൾ അഭിപ്രായപ്പെട്ടു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് കാര്യമായ അന്വേഷണത്തിലൊന്നും റെയിൽവേ മന്ത്രാലയം മുതിർന്നിരുന്നില്ല. മാത്രവുമല്ല, വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ പെട്ടതാവാം അവരെന്ന് തണുപ്പൻ പ്രതികരണമാണ് റെയിൽവേ നൽകിയത്. തന്മൂലം കുറേ തൊഴിലാളികൾ ജോലി മതിയാക്കി മടങ്ങിയിരുന്നു. ശേഷിച്ചത് വെറും 10-ൽ താഴെ മാത്രം തൊഴിലാളികളായിരുന്നു. അതുമാത്രമല്ല, അവിടെ പ്രോജക്റ്റ് എഞ്ചിനീയറായി ചുമതല വഹിച്ചിരുന്ന വ്യക്തി തൻ്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് സ്ഥലം മാറിപ്പോവുകയും ചെയ്തു. മൊത്തത്തിൽ നാഥനില്ലാ കളരിയായി മാറിയ പദ്ധതി പൊതുജീവൻ വെപ്പിക്കാൻ അവസാനം മാനവശേഷി മന്ത്രാലയം തന്നെ നേരിട്ടിടപെട്ടു. അങ്ങനെയാണ് എൻ്റെ സുഹൃത്തും സഹപ്രവർത്തകനും അതിലുപരി മലയാളിയും കൂടിയായ അന്നത്തെ റെയിൽവേ ഡിവിഷൻ എഞ്ചിനീയർ വിഭാഗം മേധാവിയെ സൈറ്റിലെ ചീഫ് പ്രൊജക്ട് എഞ്ചിനീയറായി നിയമിക്കുന്നത്. മധ്യവയസ്സനാണെങ്കിലും ഉത്സാഹം തുളുമ്പുന്ന പ്രകൃതമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. തന്നിലർപ്പിച്ച ഉത്തരവാദിത്വം അർപ്പണബോധത്തോടെയും താല്പര്യത്തോടെയും അദ്ദേഹം ഏറ്റെടുത്തു. അങ്ങനെ 1988 നവംബർ മാസത്തിലെ ഒരു പ്രഭാതത്തിൽ അദ്ദേഹം തൻ്റെ വാഹനത്തിൽ പദ്ധതി പ്രദേശത്ത് കാലുകുത്തി. അവിടേക്ക് പോകുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ കുറേ നാളത്തേക്ക് ആവശ്യമായിരുന്ന എല്ലാ അസംസ്കൃത വസ്തുക്കളും പദ്ധതി പ്രദേശത്തേക്ക് എത്തിക്കുവാൻ അദ്ദേഹം ഏർപ്പാട് ചെയ്തിരുന്നു. അവിടെ എത്തിയ അദ്ദേഹം കണ്ടത് തൊഴിലാളികൾക്ക് രാത്രി തലചായ്ക്കാൻ കാടിനകത്ത് തന്നെ ചെറിയ ടെൻറ്റുകൾ നിർമ്മിച്ച് നൽകിയിരിക്കുന്നതാണ്. അത്തരം ടെൻറ്റുകൾ വാസയോഗ്യമല്ലെന്നും
വന്യമൃഗങ്ങളിൽ നിന്നും സുരക്ഷാ ഭീഷണികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം തൊഴിലാളികളെ അവിടെ പാർക്കാൻ നിരുത്സാഹപ്പെടുത്തി. അതുകൊണ്ട് താമസത്തിന് സ്ഥിരമായൊരു സംവിധാനം ഉണ്ടാകുന്നതുവരെ പദ്ധതി പ്രദേശത്തു നിന്നും 4 കിലോമീറ്റർ മാറി റെയിൽവേയുടെ തന്നെ റണ്ണിംഗ് ബംഗ്ലാവിൽ തൊഴിലാളികൾക്ക് താമസ സൗകര്യം ഒരുക്കി. പോക്കും വരവിനും തന്നെ ഏറെ സമയം ചിലവാകുന്നത് നിമിത്തം പണി ഇഴഞ്ഞു നീങ്ങുകയും തന്മൂലം സമയത്തിനുള്ളിൽ പണി തീർക്കാൻ കഴിയുമോ എന്നും എഞ്ചിനീയർ സന്ദേഹപ്പെട്ടു. അതുകൊണ്ട് തന്നെ അദ്ദേഹം മാനേജർക്ക് നീട്ടിവലിച്ചൊരു കത്തെഴുതി. കത്തിൻ്റെ ഉള്ളടക്കം പ്രധാനമായും തൊഴിലാളികളുടെ സുരക്ഷയും താമസത്തെക്കുറിച്ചുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാര്യം ആധികാരികമാണെന്ന് കണ്ട് സോൺ മാനേജർ തൊഴിലാളികൾക്ക് സുരക്ഷിതമായി പാർക്കുവാൻ 5 ബോഗികളുള്ള ട്രെയിൻ താൽക്കാലികമായി അനുവദിച്ചു നൽകി. അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ട്രെയിൻ പാളം പണി പൂർത്തിയാക്കിയ ഇടം വരെ എത്തിച്ചു നൽകുവാൻ സോൺ മാനേജർ സംവിധാനമൊരുക്കി. അന്ന് ആ ട്രെയിൻ ഓടിച്ചു കൊണ്ടിട്ടത് ഞാനായിരുന്നു, അശോക് പാപ്പൻ സാക്ഷ്യപ്പെടുത്തി. സുരക്ഷിതമായൊരു പാർപ്പിടത്തിന് സൗകര്യമൊത്തു വന്നെങ്കിലും ഇരുട്ട് വീണു കഴിഞ്ഞാൽ ഒരു കാരണവശാലും പുറത്തിറങ്ങുവാൻ പ്രധാന എഞ്ചിനീയർ തൊഴിലാളികളെ അനുവദിച്ചിരുന്നില്ല. അതുകൊണ്ട് സന്ധ്യ മയങ്ങുന്നതോടെ എല്ലാവരും ബോഗിക്കുള്ളിൽ കയറി കതകടച്ചിരിക്കുകയാണ് പതിവ്. അത്താഴം കാലമാകുമ്പോൾ മാത്രം എല്ലാവരും ഒത്തുകൂടും. ശേഷം അവരവരുടെ ബോഗിയിലേക്ക് തന്നെ നീങ്ങിപ്പോവുകയും ചെയ്യും. താമസ സൗകര്യത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായതിനു ശേഷം തൊഴിലാളികൾക്ക് തങ്ങളുടെ ജോലിയിൽ കൂടുതൽ സമയം ഏർപ്പെടാൻ കഴിഞ്ഞത് കാര്യങ്ങൾ വേഗത്തിലാക്കി. അങ്ങനെ കാര്യമായ പ്രശ്നങ്ങളൊന്നും കൂടാതെ 2 ആഴ്ച കടന്നുപോയി. പതിവ് പോലെ ഒരു ദിവസം അത്താഴത്തിന് ശേഷം എല്ലാവരും ഉറങ്ങിയിരുന്നു. അർദ്ധരാത്രിയിൽ എപ്പോഴോ ഉറക്കത്തിൽ എന്തോ ശബ്ദം കേട്ടാണ് എഞ്ചിനീയർ ഉണർന്നത്. കാത് കൂർപ്പിച്ചപ്പോൾ ബോഗിയിൽ മൂർച്ചയുള്ള വസ്തു കൊണ്ട് ആരോ പോർന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി. ഇടയ്ക്ക് നിൽക്കുകയും അടുത്ത നിമിഷം വീണ്ടും ശബ്ദമുണ്ടാക്കുകയും ചെയ്യും. കാടിൻ്റെ നടുവിൽ മനുഷ്യൻ്റെ മണം പിടിച്ചെത്തിയ വല്ല വന്യമൃഗങ്ങളോ ആയിരിക്കുമെന്നാണ് അദ്ദേഹം ആദ്യം കരുതിയത്. ഏതാനും മിനിറ്റുകൾക്ക് ശേഷം ആ ശബ്ദം താനെ പൂർണ്ണമായി നിലയ്ക്കുകയും ചെയ്തു. അതുകൊണ്ട് ജനൽ തുറന്ന് പുറത്തേക്ക് നോക്കാൻ മെനക്കെട്ടില്ല. കണ്ണുകൾ അടച്ച് വീണ്ടും കിടന്നുറങ്ങി. അടുത്ത ദിവസം ഇതിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞെങ്കിലും ആരും അത്തരത്തിലുള്ള ഒരു ശബ്ദം കേട്ടതായി പറഞ്ഞതേയില്ല, ഒരാൾ ഒഴികെ. പുറത്തിറങ്ങിയപ്പോൾ കണ്ടത് ബോഗിയുടെ ഭാഗത്ത് കുറെ പോറിയിട്ടിരിക്കുന്ന പാടുകളാണ്. പക്ഷേ അതവർ കരുതിയിരുന്നത് പോലെ കരടിയുടെയോ മറ്റ് വന്യമൃഗങ്ങളുടെ നഖശതങ്ങളായിരുന്നില്ല. മറിച്ച് അതിലും ബലമുള്ള നഖങ്ങളുടെ ഉടമയായ ഒരു ജന്തുവിൻ്റേതായിരുന്നു. അതുമല്ലെങ്കിൽ മൂർച്ചയേറിയ ആയുധം കൊണ്ട് ക്ഷതമേൽപ്പിച്ചതോ ആണ്. എന്തെന്നാൽ ലോകം ആഴത്തിൽ അടർന്നു നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു. നക്സൽ ബാധിത പ്രദേശമായിരുന്നതിനാൽ അവരുടെ പരാക്രമങ്ങൾ ആയിരിക്കാം എന്ന് കരുതി. എന്തു തന്നെയായാലും ഇനി ഇതുപോലെ ആവർത്തിച്ചാൽ ഉറപ്പായും ആ പ്രതിയെ കണ്ടെത്താമെന്ന് എഞ്ചിനീയർ പുറപ്പെടുവിപ്പിച്ചു. അതുപോട്ടെ, എന്തിനാണ് നക്സലുകൾ നിങ്ങൾ പാവം തൊഴിലാളികളെ ലക്ഷ്യം വെക്കുന്നത്? എഞ്ചിനീയർ ചോദിച്ചു. സാർ, താങ്കൾ ഈ നാട്ടുകാരനല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. പാവങ്ങൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നുവെന്ന് അവർ പറയുമ്പോഴും നമ്മളെപ്പോലെ പാവങ്ങളെയാണ് അവർ നിഷ്കരുണം കനിക്കുന്നതെന്നുള്ളതാണ് യാഥാർത്ഥ്യം. യാഥാർത്ഥ്യത്തിൽ അവരുടെ ആവശ്യവും ഉദ്ദേശവും ആർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. തൊഴിലാളികളിൽ ഒരാൾ പറഞ്ഞു. എന്തുമായി കൊള്ളട്ടെ, ഇനി ഒരിക്കൽ കൂടി ഈ സംഭവം ആവർത്തിച്ചാൽ നമുക്ക് കണ്ടുപിടിക്കാം. ഏതൊരു തരത്തിലുള്ള ആക്രമണവും നേരിടാൻ തയ്യാറായിരിക്കുവാൻ എഞ്ചിനീയർ തൊഴിലാളികളോട് പറഞ്ഞു. അതിനാൽ ഏതെങ്കിലും തരത്തിലുള്ള ആയുധം എപ്പോഴും കൈവശം വയ്ക്കുവാൻ അദ്ദേഹം നിർദ്ദേശം നൽകി. സുരക്ഷയ്ക്കായി ഡിപ്പാർട്ട്മെന്റ് നൽകുന്ന ലൈസൻസ് കൈത്തോക്ക് മാത്രമേ ആയുധമെന്ന് പറയാൻ അവരുടെ പക്കൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അന്ന് സന്ധ്യ കഴിഞ്ഞ് ഏതാനും തൊഴിലാളികളുമൊത്ത് പുറത്ത് തീ കായാനിരിക്കുകയായിരുന്നു എഞ്ചിനീയർ. പുറത്ത് മരം കോച്ചുന്ന തണുപ്പായിരുന്നു. അന്നേരം കൂട്ടത്തിലെ തൊഴിലാളി അദ്ദേഹത്തോട് ചോദിച്ചു. സാർ, ഇനി എത്ര ദിവസം കൂടി നമുക്കിവിടെ ജോലിയുണ്ട്? ഏറിയാൽ 35 ദിവസം കൂടി. അതിനുള്ളിൽ നിലവിലെ ജോലികൾ പൂർണ്ണമായും തീർക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അന്നേരം അയാൾ തൊട്ടു മുന്നിലെ ഇരുട്ടു നിറഞ്ഞ കാടിനു നേരെ നോക്കി പതിയെ പറഞ്ഞു. സാർ, എനിക്കെന്തായാലും വീട്ടിലേക്ക് തിരിച്ചു പോയാൽ മതിയെന്നാണ്. ഇനി ഒരു ദിവസം പോലും എനിക്കിവിടെ നിൽക്കാൻ താല്പര്യമില്ല. അതെന്താടോ, എന്തു പറ്റി?
താനിങ്ങനെ വേവലാതിപ്പെടാതെ, കുറച്ച് നാളത്തെ കാര്യമല്ലേ ഉള്ളൂ. അടുത്ത മാസം ഞാൻ വേറെ ടീമിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും വീട്ടിലോട്ട് തിരിച്ചു പോകാമല്ലോ. താൻ എന്തിനാ കിട്ടിയ ജോലി വെറുതെ കളയുന്നത്? അന്നേരം ഇത്തിരി വിവശനായി അയാൾ തുടർന്നു. എനിക്ക് ജോലി നഷ്ടപ്പെട്ടാലും സാരമില്ല. എനിക്കെൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയാലേ മതിയാകൂ. എഞ്ചിനീയർ പുഞ്ചിരിച്ചോണ്ട് പറഞ്ഞു. ഇന്നലെ രാത്രി ആ പോറുന്ന ശബ്ദം കേട്ടു എന്ന് പറഞ്ഞത് താനല്ലേ സുഹൃത്തെ? ഇത്തരം സംഭവങ്ങളൊക്കെ വനത്തിനുള്ളിൽ പതിവാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? താൻ 2 ദിവസം കൂടി ക്ഷമിക്ക്. എന്നിട്ടും തൻ്റെ പേടി മാറിയില്ലെങ്കിൽ മടങ്ങിപ്പോകാനുള്ള ഏർപ്പാട് ഞാൻ ശരിയാക്കി തരാം. അയാൾ എഞ്ചിനീയറിൻ്റെ കൂടുതൽ അരികിലേക്ക് ചേർന്നു നിന്ന് വനത്തിനുള്ളിലേക്ക് സൂക്ഷിച്ചു നോക്കി. ഇടറിയ ശബ്ദത്തിൽ പതിയെ പറഞ്ഞു, സാർ, ഞാനത് കണ്ടിരുന്നു. എന്ത് കണ്ടെന്നാ? അതിനെ തന്നെ ഇന്നലെ രാത്രി. പക്ഷെ അത് എന്തു തരം ജന്തുവാണെന്ന് എനിക്ക് നിശ്ചയമില്ല സാർ. അത് ഉറങ്ങിക്കിടന്നിരുന്ന നമ്മളുടെ മേൽ കുറച്ചു നേരം മിഴിയുറപ്പിച്ച് നിൽക്കുന്നത് ഞാൻ എൻ്റെ ഈ 2 കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. എൻ്റെ കണ്ണ് ഇന്ന് വരെ എന്നെ ചതിച്ചിട്ടില്ല. ആ ജന്തു ഇരുട്ടിൻ്റെ പ്രതീകമാണ് സാർ. കറുത്തിരുണ്ട രൂപമാണ് അതിന്. വ്യക്തമായി വിവരിക്കാൻ സാധിക്കാത്ത രീതിയിലായിരുന്നു അതിൻ്റെ പ്രകൃതം. ഛേ, താൻ എന്താടോ ഈ പറയുന്നത്? അത് വല്ല കരടിയോ? എഞ്ചിനീയർ പറഞ്ഞു മുഴുവിക്കുന്നതിന് മുമ്പേ അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ബോഗിക്കുള്ളിലേക്ക് കയറിപ്പോയി. അത് കണ്ട് കൂടെയുള്ള മറ്റു തൊഴിലാളികൾ പറഞ്ഞു, സാർ, വിട്ടേക്ക്. അവൻ അല്ലെങ്കിലും ഒരു പേടിത്തൊണ്ടനാണ്. രാത്രി പോയിട്ട് പകൽ പോലും പേടിച്ച് ഉടുതുണിയിൽ മുള്ളുന്നവനാണ് അവൻ. ആദ്യമായിട്ടാണ് ഇത്തരം ഇടങ്ങളിൽ ജോലിക്ക് വരുന്നത്. അതുകൊണ്ടാണ്. സാർ, പോയി കിടന്നാട്ടെ. നാളെ കാണാം. പിരിയുന്നതിന് മുമ്പ് കായാനിട്ട തീ അണയ്ക്കാതിരിക്കുവാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചു. തീ കണ്ടാൽ വന്യമൃഗങ്ങൾ അടുക്കില്ല എന്നുള്ള വിശ്വാസം ആകണം അതിന് പിന്നിൽ. പക്ഷേ ഏതാണ്ട് പുലർച്ചയോടടുക്കുന്ന നേരത്ത് എന്ന ആരോ വിളിക്കുന്ന ശബ്ദം കേട്ടാണ് എഞ്ചിനീയർ ഞെട്ടി ഉണർന്നത്. തനിക്ക് തോന്നിയതാവാം എന്ന് കരുതി വീണ്ടും മൂടിപ്പുതച്ച് ഉറങ്ങാൻ കിടക്കുന്നതിനിടയിൽ ആ സ്വരം ഒരിക്കൽ കൂടി അദ്ദേഹം കേട്ടു. പതുക്കെ എഴുന്നേറ്റ് ജനാലപാതി തുറന്ന് പുറത്തേക്ക് നോക്കി. പുറത്ത് നല്ല കോട വീണ് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് വ്യക്തമായി അദ്ദേഹത്തിനൊന്നും കാണുവാൻ സാധിക്കുന്നില്ല. കണ്ണ് നന്നായി തിരുമ്മി ഒരിക്കൽ കൂടി പുറത്തേക്ക് നോക്കി. അപ്പോൾ ട്രെയിനിൽ നിന്നും 100-150 അടി മാറി കാടിനുള്ളിലെ വലിയ വൃക്ഷത്തിന് പിറകിൽ എന്തോ ഒരു നിഴൽ മാറുന്നത് പോലെ അദ്ദേഹം ഒരു നോക്ക് കണ്ടു. താൻ കണ്ടത് ഉറപ്പുവരുത്തുവാൻ ആ ഭാഗത്തേക്ക് ഒരിക്കൽ കൂടി നോക്കിയപ്പോൾ നിഴൽ പോലെ തോന്നുന്ന ആ രൂപം മറനീക്കി പുറത്തേക്ക് വരികയും അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുന്നതും വ്യക്തമായി അദ്ദേഹത്തിന് കാണാമായിരുന്നു. ഏതാനും നിമിഷങ്ങൾക്ക് മാത്രം അത് തുടർന്നതിന് ശേഷം അത് കാട്ടിനുള്ളിലെ ഇരുട്ടിൽ എവിടേക്കോ മാഞ്ഞുപോയി. പക്ഷേ അദ്ദേഹം അത് വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല. താൻ കണ്ടത് അത് മനസ്സിൻ്റെ വെറും ഭ്രമമാണെന്ന് സ്വയം വിശ്വസിപ്പിച്ച അദ്ദേഹം ഡ്യൂട്ടിക്ക് കയറാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. അടുത്ത ദിവസം ജോലി ഇത്തിരി കൂടുതലായിരുന്നു. കുറഞ്ഞത് 10 മണിക്കൂറെങ്കിലും കൂടുതൽ ജോലി എടുത്തതിൻ്റെ ഫലമായി എല്ലാവരും നല്ലപോലെ ക്ഷീണിച്ചിരുന്നു. ആയതിനാൽ കൂടുതൽ നർമ്മ സംഭാഷണങ്ങൾ ഏർപ്പെടാതെ അത്താഴത്തിലിരുന്ന ശേഷം എല്ലാവരും നേരത്തെ പോയി കിടന്നു. എഞ്ചിനീയറും പോയി പായ വിരിച്ച് കിടക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അന്നേരമാണ് ഒരിക്കൽ കൂടി പുറത്തുനിന്ന് ഷ് എന്ന് പതുക്കെ ആരോ വിളിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാതുകളിൽ പതിച്ചത്. ചെന്ന് നോക്കിയപ്പോൾ ജനാലയ്ക്കരികിൽ ആ തൊഴിലാളി നിൽക്കുന്നു. ഓ, അപ്പോൾ താനായിരുന്നല്ലേ ഇന്ന് പുലർച്ചെ കലാപരിപാടി അവതരിപ്പിച്ചത്? എഞ്ചിനീയർ ഗൗരവത്തോടെ ചോദിച്ചു. അത് കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് അയാൾ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അപ്പോൾ സാറും ആ ശബ്ദം ഇന്നലെ കേട്ടിരുന്നുവല്ലേ? കേൾക്കുക മാത്രമല്ല, ഞാൻ കാണുകയും ചെയ്തു. താൻ എന്തിനാടോ ഇരുട്ടത്ത് പോയി നിന്ന് ഓരോ കോപ്രായങ്ങൾ കാണിക്കുന്നത്? തനിക്ക് വല്ല വട്ടുമുണ്ടോ? പൊതുവെ സൗമ്യനായ എഞ്ചിനീയർക്ക് ഇപ്പം ചെറിയ രീതിയിൽ ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു. ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം വ്യാകുലനായി അയാൾ പറഞ്ഞു, അത് ഞാനല്ലായിരുന്നു സാർ.
സത്യമായിട്ടും അതെ, ഇന്ന് പുലർച്ചെ ആ ശബ്ദം ഞാനും കേട്ടിരുന്നു. എനിക്കറിയാമായിരുന്നു ആ ജന്തു തന്നെ ആയിരിക്കുമെന്ന്. അതുകൊണ്ട് ആ ശബ്ദം കേട്ടയുടൻ തലവഴി മൂടി പുതച്ച് അനങ്ങാതെ ചുരുണ്ടുമൂടി കിടക്കുകയായിരുന്നു. അതുകൊണ്ട് സാർ, ഞാൻ പറയുന്നത് വിശ്വസിക്കണം. 2 ദിവസത്തിന് മുമ്പ് ഞാൻ കണ്ട സാധനം തന്നെയാകും ഇത് എന്ന് തീർച്ചയാണ്. അജ്ഞാതമായ ആ ജന്തു എന്താണെന്നോ ഏതാണെന്നോ എനിക്കറിയില്ല. ആമാനുഷികമായ ഒന്നിനെ നേരിടുന്നതിലും നല്ലത് നമുക്ക് ഇവിടം വിട്ടു പോകുന്നതല്ലേ സാർ നല്ലത്? എഞ്ചിനീയർ ഉടൻ തന്നെ താൻ പറഞ്ഞത് തിരുത്തിക്കൊണ്ട് പറഞ്ഞു. ഇല്ല, ഇല്ല, ഞാനൊരു പിശാചിനെയും കണ്ടില്ല. ഞാൻ ഒന്നിനെയും കണ്ടില്ല എന്നാണ് സത്യം. ആ വിചിത്ര ശബ്ദം കേട്ടത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ താൻ കരുതുന്നത് പോലെ ഒന്നിനെയും ഞാൻ അവിടെ കണ്ടില്ല, എഞ്ചിനീയർ തീർത്തും പറഞ്ഞു. അദ്ദേഹം അങ്ങനെ പറയാനുള്ള കാരണത്തിന് പിന്നിൽ തൊഴിലാളികളെ വെറുതെ പേടിപ്പിക്കേണ്ട എന്നുള്ള ഉദ്ദേശത്തോട് തന്നെയായിരിക്കണം. അവിടുന്ന് 2 നാൾ കടന്ന് ഒരു ദിവസം രാത്രിയിൽ മിനിസ്ട്രി ഓഫ് റെയിൽവേയിലേക്ക് സമർപ്പിക്കേണ്ട പ്രോജക്റ്റ് റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു എഞ്ചിനീയർ. തൊഴിലാളികളെല്ലാം അത്താഴം കഴിഞ്ഞ് ഗാഠനിദ്രയിലേക്ക് കഴിഞ്ഞിരുന്നു. പെട്ടെന്നാണ് ബോഗിയുടെ മേൽക്കൂരയിലൂടെ ആരോ നടക്കുന്നതായി അദ്ദേഹത്തിന് തോന്നിയത്. കാതോർത്തപ്പോൾ മുകളിലൂടെ ആരോ തലങ്ങും വിലങ്ങും നടക്കുന്നത് അദ്ദേഹത്തിന് വ്യക്തമായി കേൾക്കാൻ കഴിഞ്ഞു. മറ്റു ബോഗിയിൽ കിടന്നുറങ്ങുന്ന തൊഴിലാളികളെ വിളിച്ചുണർത്തണമെന്നുണ്ടായിരുന്നു. എങ്കിലും ഭയം കാരണം അയാൾ പുറത്തിറങ്ങിയില്ല. അടുത്ത ദിവസം രാവിലെ തൊഴിലാളികൾക്കുള്ള ജോലി സംബന്ധമായ നിർദ്ദേശങ്ങൾ നൽകിയതിനു ശേഷം പോസ്റ്റ് ചെയ്ത് അയക്കാൻ വേണ്ടി അടുത്തുള്ള റെയിൽവേ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് പോയി. വീട്ടുകാരുടെ വിവരം അറിഞ്ഞിട്ട് കുറേ നാളായിരുന്നു. അദ്ദേഹത്തിന് വീട്ടിലേക്ക് പോകുവാൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. ജോലിസ്ഥലത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന അജ്ഞാത സംഭവ വികാസം അദ്ദേഹത്തിനെയും ഏറെക്കുറെ ക്ഷീണിതനാക്കിയിരുന്നു. വീട്ടിലേക്ക് വിളിച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു. പോയ കാര്യങ്ങളെല്ലാം ചെയ്ത് അദ്ദേഹം തിരിച്ചെത്തിയപ്പോൾ വൈകുന്നേരം 4 മണി കഴിഞ്ഞിരുന്നു. വിജനമായി കിടക്കുന്ന സൈറ്റ് കണ്ടപ്പോൾ അദ്ദേഹം ചിന്താകുലനായി. പുറമെ തൊഴിലാളികളെ ആരെയും കാണാനില്ലായിരുന്നു. അദ്ദേഹം ബോഗിയുടെ അടുത്തിലേക്ക് ചെന്നു നോക്കിയപ്പോൾ ബോഗിയുടെ വാതിലെല്ലാം അടച്ചിട്ട നിലയിലായിരുന്നു. ഒരു നിമിഷം അദ്ദേഹത്തെ പരിഭ്രാന്തി പിടികൂടി. അദ്ദേഹം കുറേ തവണ കതക് മുട്ടി വിളിച്ചെങ്കിലും ഒരു പ്രതികരണവുമില്ലായിരുന്നു. തുടർന്ന് ഗത്യന്തമില്ലാതെ ഉറക്കെ ശബ്ദമുയർത്തിയപ്പോൾ തൊഴിലാളികളിൽ ഒരാൾ പതിയെ വാതിൽ തുറന്നിട്ട് അദ്ദേഹത്തിനോട് എത്രയും വേഗം അകത്തോട്ട് കയറുവാൻ ആവശ്യപ്പെട്ടു. അകത്തു കയറിയ അദ്ദേഹം കണ്ടത് തൊഴിലാളികളെല്ലാം ഇരിക്കുന്നതാണ്. എല്ലാവരുടെയും മുഖത്ത് വല്ലാത്തൊരു മ്ലാനത. കൂടാതെ 3 പേർക്ക് തീവ്രമായ പനിക്കുന്നുമുണ്ടായിരുന്നു. ഇവർക്ക് എന്തു പറ്റി? ഞാൻ പോകുന്നതുവരെ ഒരു കുഴപ്പവുമില്ലായിരുന്നല്ലോ. ഒരു കാര്യം ചെയ്യൂ, 2 പേര് എൻ്റെ കൂടെ വരൂ. ഇവരെ താങ്ങിയെടുത്ത് ജീപ്പിലേക്ക് വയ്ക്കൂ. നമുക്ക് ഇവരെ ഇപ്പോൾ തന്നെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാം. പക്ഷേ ആരും അവരുടെ സ്ഥാനത്ത് നിന്ന് അനങ്ങിയില്ല. അല്ല, ഇതെന്താ ആരും ഒന്നും പ്രതികരിക്കാതെ ഇങ്ങനെ പ്രതിമയെ പോലെ ഇരിക്കുന്നത്? രവീന്ദ്ര, വരൂ, ഇവരെ എടുത്തുകൊണ്ട് നമുക്ക് ആശുപത്രിയിലേക്ക് പോകാം. പക്ഷേ നിർഭാഗ്യവശാൽ രവീന്ദ്രൻ ആ കൂട്ടത്തിലില്ലായിരുന്നു എന്ന് അദ്ദേഹത്തിന് പിന്നീടാണ് മനസ്സിലായത്. നിങ്ങളെല്ലാവരും ഇങ്ങനെ മിണ്ടാതിരുന്നാൽ ഞാൻ എന്തു ചെയ്യും? ആരെങ്കിലും ഒന്ന് വായു തുറന്ന് പറയൂ. നമ്മുടെ അടുത്ത നടപടി എന്താണ്? അതിരിക്കട്ടെ, നമ്മുടെ രവീന്ദ്രൻ എവിടെ പോയി? അന്നേരം വിറയ്ക്കുന്ന ശബ്ദത്തിൽ അതിലൊരാൾ പറഞ്ഞു. സാർ പോയതിന് ശേഷം അങ്ങയുടെ നിർദ്ദേശപ്രകാരമുള്ള ജോലികൾ ഞങ്ങൾ തുടർന്നു. ഉച്ചയൂണ് കാലമായപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കുവാൻ ബോഗിയുടെ സമീപത്തിലേക്കെത്തിയപ്പോൾ ഞങ്ങളെയെല്ലാം സപ്തരാക്കിക്കൊണ്ട് ഏതോ ഒരു അജ്ഞാത ജീവി വായുവിൽ പറന്നു നിൽക്കുന്നതാണ് ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചത്. ആ സാധനം പെട്ടെന്ന് താഴെ ഇറങ്ങി ഞങ്ങളിൽ ചിലരുടെ ശരീരത്തിലൂടെ കടന്നുപോയി. അങ്ങനെ ആ സത്വം കടന്നുപോയവരാണ് ഇവിടെ പനി പിടിച്ചു കിടക്കുന്ന 4 പേർ. കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങൾ വെച്ച് ഞങ്ങളതിനെ നേരിടാൻ ശ്രമിച്ചുവെങ്കിലും അതിനെ പ്രഹരമേൽപ്പിക്കുവാൻ ഞങ്ങളെക്കൊണ്ട് സാധിച്ചില്ല. ഞങ്ങളിലൊരുവൻ സാറിൻ്റെ തോക്കെടുത്ത് അതിനു മുമ്പിൽ വെടിയുതിർത്തെങ്കിലും ഒരു പോറൽ പോലും ഏൽക്കാതെ അത് കടന്നു കളഞ്ഞു. അതൊരു മനുഷ്യനല്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. അതൊരു പിശാചാണ്, കറുത്തിരണ്ട ഒരു മായ പോലെ. അതിനെ പരാജയപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് സാധിക്കില്ലായിരുന്നു സാർ. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ജീവൻ രക്ഷാർത്ഥം ഇതിനുള്ളിൽ കയറിയിരിക്കുകയാണ്. ഇതിനുള്ളിൽ ഞങ്ങളുടെ കണ്ണ് വെട്ടിച്ച് ആർത്തു വിളിച്ചുകൊണ്ട് ആ രവീന്ദ്രൻ കാട്ടിനുള്ളിൽ എവിടേക്കോ ഓടി മറഞ്ഞു. ഞങ്ങൾക്ക് അവൻ്റെ പിറകെ പോകാൻ ധൈര്യമില്ലായിരുന്നു. ആ ദുഷ്ടജന്തു ഞങ്ങളെ എല്ലാവരെയും ഇല്ലാതാക്കും സാർ. നമുക്കിവിടെ നിന്ന് എത്രയും വേഗം പോകണം.
തൊഴിലാളി പേടിച്ച് വിറച്ചുകൊണ്ട് പറഞ്ഞു. തൊഴിലാളികളെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് എഞ്ചിനീയർ പറഞ്ഞു, നിങ്ങളെല്ലാവരും ഒന്ന് സമാധാനമായി ഇരിക്കൂ. ആ രവീന്ദ്രന് വട്ടാണ്. അവൻ കാണിച്ച മണ്ടത്തരങ്ങൾ കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇനി കുറച്ചു നേരത്തിനുള്ളിൽ പൂർണ്ണമായും ഇരുട്ട് വീഴും. അതുകൊണ്ട് എന്തായാലും നമുക്ക് വനത്തിൽ നിന്ന് പുറത്തു കടക്കുവാൻ സാധിക്കില്ല. ഇന്ന് രാത്രി നമുക്ക് എങ്ങനെയെങ്കിലും ഇതിനുള്ളിൽ കഴിച്ചുകൂടിയേ മതിയാകൂ. നേരം വെളുത്താൽ നമുക്കിവിടെ നിന്ന് എത്രയും വേഗം പുറത്തു കടക്കുകയും ചെയ്യാം. തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഈ രാത്രി അവരുടെ അവസാന രാത്രിയാണെന്ന് ഏറെക്കുറെ തീരുമാനിച്ച മട്ടാണ്. അതുകൊണ്ട് ആരും ഒരു അഭിപ്രായവും പറഞ്ഞില്ല. പുറത്തെ ഇരുട്ട് പൂർണ്ണമായും വീണു കഴിഞ്ഞെങ്കിലും പൗർണമി ആയതിനാൽ നല്ല നിലാവായിരുന്നു. പെട്ടെന്ന് എല്ലാവരെയും ഒരിക്കൽ കൂടി ഞെട്ടിച്ചുകൊണ്ട് ആ ശബ്ദം പെട്ടെന്ന് ഉയർന്നു കേട്ടു. മുമ്പ് കേട്ട മൂർച്ചയുള്ള ആയുധം വെച്ച് കോറി വരയ്ക്കുന്ന അതേ ശബ്ദം. അത് പിൻഭാഗത്തെ ബോഗിയിൽ നിന്ന് തുടങ്ങി മുൻഭാഗത്തേക്ക് ഉരസി ഉരസി വരുന്നുണ്ടായിരുന്നു. അവർ നിൽക്കുന്ന ബോഗിയുടെ അടുത്തെത്തിയതും തൊട്ടടുത്ത നിമിഷം വാതിലിൽ ആരോ ശക്തമായി മുട്ടുവാൻ തുടങ്ങി. നിർത്താതെയുള്ള മുട്ടലിൽ എല്ലാവരും ശരിക്കും പേടിച്ച് തളർന്നുപോയി. ഒച്ച പുറത്തേക്ക് വരാതിരിക്കുവാൻ എല്ലാവരും കിടഞ്ഞു പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. ശ്വാസമടക്കി പിടിച്ചിരുന്ന എല്ലാവരെയും സമാധാനിപ്പിച്ചുകൊണ്ട് എഞ്ചിനീയർ മുന്നിൽ നിന്ന് നയിച്ചു. അടച്ചിട്ട ഒരു ജനൽപ്പാളി പതിയെ തുറന്നു നോക്കിയപ്പോൾ അദ്ദേഹം നിലാവിൻ്റെ ശോഭയിൽ രവീന്ദ്രൻ വെളിയിൽ നിൽക്കുന്നതാണ് കണ്ടത്. അയാൾ ഒരു കരിയില പോലെ നിന്ന് വിറയ്ക്കുകയായിരുന്നു. ജനാല വഴി നോക്കുന്ന എഞ്ചിനീയറിനെ നോക്കി രവീന്ദ്രൻ വനത്തിലേക്ക് വിരലുകൾ ചൂണ്ടി പറഞ്ഞു, അവിടെ ആരോ ഉണ്ട് സാർ. അവിടെ ആരുമില്ല. താൻ വേഗം ഇതിനുള്ളിൽ കയറി വാ, എഞ്ചിനീയർ ധൃതിയിൽ പറഞ്ഞു. ശോഭിച്ചുകൊണ്ട് രവീന്ദ്രൻ തുടർന്നു, ഹോ, നിങ്ങൾക്കൊന്നും എത്ര പറഞ്ഞാലും മനസ്സിലാകില്ലല്ലോ. നിങ്ങൾക്കെന്താ അതിനെ കാണാൻ സാധിക്കാത്തത്? അതാ അവിടെ അത് നിൽക്കുന്നുണ്ട്. തന്നെ കൊണ്ട് മറ്റുള്ളവരുടെ ജീവനും കൂടി അപകടത്തിലാവുമല്ലോ. താൻ അവിടെ നിന്ന് പ്രസംഗിക്കാതെ താനൊന്ന് വേഗം ഇതിനുള്ളിൽ കയറി വാടോ. എഞ്ചിനീയർക്ക് ദേഷ്യമടക്കാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് രവീന്ദ്രന്റെ സ്വരം മാറുകയും ഭയപ്പെടുത്തുന്ന ശബ്ദത്തോടെ അയാൾ പറഞ്ഞു, ദേ അങ്ങോട്ട് നോക്ക്. ആ പടുകൂറ്റൻ വൃക്ഷത്തിനും പുറകിൽ അത് നിൽപ്പുണ്ട്. അതൊരു പറഞ്ഞു തീരുന്നതിന് മുന്നേ അദ്ദേഹം മുഖമടിച്ച് നിലത്ത് വീണു. അടുത്ത നിമിഷം അദൃശ്യമായ എന്തോ അയാളെ വലിച്ചിഴച്ച് വനത്തിനുള്ളിലേക്ക് കൊണ്ടുപോയി. അയാൾ സഹായത്തിനായി മറ്റുള്ളവരെ വിളിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും മറ്റുള്ളവർക്ക് വെറും കാഴ്ചക്കാരായി നോക്കി നിൽക്കാനേ കഴിഞ്ഞോളൂ. പൊടുന്നന്നെ എവിടെ നിന്നോ വന്ന ധൈര്യത്തിൻ്റെ പുറത്ത് എഞ്ചിനീയർ ഒരു നിമിഷം കൊണ്ട് തോക്കും കയ്യിലെടുത്ത് ട്രെയിനിൽ നിന്ന് ചാടി രവീന്ദ്രൻ്റെ പിറകെ ഓടി. കൂട്ടത്തിൽ ധൈര്യശാലികളായ മറ്റു തൊഴിലാളികളും അദ്ദേഹത്തിൻ്റെ കൂടെ ചേർന്നു. 3 പേരും ആ പിശാച് രവീന്ദ്രനെ വലിച്ചുകൊണ്ടുപോയ ദിക്കിലേക്ക് ലക്ഷ്യം വെച്ച് ഓടി. ഇരുട്ടത്ത് തപ്പിത്തടഞ്ഞ് ഉരുണ്ട് പിരണ്ട് ഒരു വിധം കാടിനുള്ളിലേക്ക് കയറിക്കൂടിയ അവർ ഒരു വലിയ വൃക്ഷത്തിൻ്റെ കീഴിലായി നിന്നു. അന്നേരം കുറച്ചപ്പുറത്ത് ആരോ തിരിഞ്ഞു നിൽക്കുന്നത് അവർ കണ്ടു. ശബ്ദമുണ്ടാക്കാതെ അവർ ഒരു നിമിഷം വെടിയുതിർക്കാൻ എഞ്ചിനീയർ തയ്യാറായി നിൽക്കുകയായിരുന്നു. പക്ഷേ അവർ തൻ്റെ തൊട്ടു പിന്നിലുണ്ടെന്ന് മനസ്സിലാക്കിയ അയാൾ പറഞ്ഞു, വരൂ, അടുത്തേക്ക് വരൂ. ഞാൻ പറഞ്ഞിരുന്നില്ലേ ഈ വനത്തിനുള്ളിൽ ഒരു അജ്ഞാതനുണ്ടെന്ന്? ഞാൻ മുമ്പ് പറഞ്ഞപ്പോൾ നിങ്ങളാരും എന്നെ വിശ്വസിച്ചില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ബോധ്യമായില്ലേ എനിക്ക് ഭ്രാന്തില്ലാന്ന്? അത് പറഞ്ഞുകൊണ്ട് തൊട്ടടുത്ത് കിടന്ന വലിയൊരു കല്ലെടുത്ത് അയാൾ സ്വയം പ്രഹരമേൽപ്പിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവർക്ക് അത് രവീന്ദ്രനാണെന്ന് മനസ്സിലായത്. അതുകൊണ്ട് എല്ലാവരും ഭയന്നുപോയി. കയ്യിൽ തോക്കുണ്ടായിരുന്നിട്ട് പോലും അന്നേരം അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ലാത്ത അവസ്ഥയായിരുന്നു. തങ്ങളുടെ മുന്നിലിരിക്കുന്നത് യഥാർത്ഥ രവീന്ദ്രൻ തന്നെയാണോ അതോ വേറെ വല്ലതുമാണോ എന്ന് അവർക്ക് ഉറപ്പില്ലായിരുന്നു. എല്ലാവരും അവൻ്റെ അവസ്ഥ കണ്ട് വിഷമിച്ചു പോയെങ്കിലും കൂടുതലൊന്നും ആലോചിച്ച് നിൽക്കാതെ 3 പേരും ഓടിച്ചെന്ന് അയാളെ താങ്ങിയെടുക്കാൻ ശ്രമിച്ചു. എങ്കിലും അയാളിലെ പൈശാചിക ശക്തി മൂവരെയും അടിച്ചു തെറിപ്പിച്ചു കളഞ്ഞു. നിലത്തു വീണ 3 പേരും എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കുറച്ചു ദൂരെ മറ്റൊരു വൃക്ഷത്തിൻ്റെ കീഴിൽ ഒരു ഭീകര ജീവി നിൽക്കുന്നത് അവർ വ്യക്തമായി കണ്ടു. അതിൻ്റെ രൂപം കണ്ട് അവർക്കൊരു കാര്യം മനസ്സിലായി. അതിനോട് മല്ലിടാൻ നിന്നാൽ പരാജയം ഉറപ്പാണ്. അതിനാൽ അവർ മൂവരും അതിനു മുന്നിൽ കേണപേക്ഷിച്ചു. ഞങ്ങൾ ചെയ്ത സമസ്ത അപരാധവും പൊറുക്കണമെന്നും കാടിൻ്റെ കാവലാളായ ആ ശക്തിയുടെ അനുഗ്രഹം കൂടാതെ ഒരു പുല്ലുപോലും പറിക്കില്ലെന്നും അടുത്ത ദിവസം തന്നെ സ്ഥലം കാലിയാക്കാമെന്നും വാക്കുകൊടുത്തു.
ഇവരെല്ലാം പാവപ്പെട്ട തൊഴിലാളികളാണ്. ഇവർക്കിതേക്കുറിച്ചൊന്നും അറിയില്ല. അതുകൊണ്ട് ഇവരുടെ ജീവനെങ്കിലും നൽകണം. എഞ്ചിനീയർ ആ ശക്തിയുടെ മുന്നിൽ മുട്ടുകുത്തി യാചിച്ചു. അദ്ദേഹം അത് പറഞ്ഞതും ആ അജ്ഞാത ജീവി ശൂന്യതയിലെവിടെയോ മാഞ്ഞുപോയി. അതോടെ രവീന്ദ്രൻ്റെ മാനസിക നിലയും സാധാരണയായി. രവീന്ദ്രനെ താങ്ങിപ്പിടിച്ച് എല്ലാവരും ട്രെയിനിൻ്റെ അടുക്കലേക്ക് പോയി കൊണ്ടുകിടത്തി. അത്യാവശ്യം വേണ്ട ഫസ്റ്റ് എയ്ഡും നൽകി. അയാളെയും പനി പിടിച്ചു കിടക്കുന്ന ബാക്കിയുള്ളവരെയും അടുത്തുള്ള ആശുപത്രിയിൽ കൊണ്ടുപോയി എത്തിച്ചു. രാവിലെ തന്നെ എല്ലാവരും സൈറ്റ് കാലിയാക്കി. തുടർന്ന് എഞ്ചിനീയർ റെയിൽവേ മിനിസ്ട്രിക്ക് ഒരു വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി അയച്ചു. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം തുടങ്ങിവെച്ച ആ പദ്ധതി നിർത്തിവെക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. ഇതിലെ നായക കഥാപാത്രമായ എഞ്ചിനീയർ ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷേ അശോക് പാപ്പൻ ഈ കാര്യം എന്നോട് വിവരിക്കുമ്പോൾ നായകസ്ഥാനത്ത് ഒരു മുഖം മാത്രം.